അപ്പം നമ്മൾ തുടങ്ങല്ലേ ദുബായ് ആവിർ മാർക്കറ്റിലെ വിശേഷങ്ങൾ. അപ്പോൾ എന്തിനാണ് നിങ്ങളോട് വീക്കെൻഡ് ആവിർ മാർക്കറ്റിലേക്ക് വിട്ടോളാൻ പറഞ്ഞതിന് റീസൺ നിങ്ങൾക്ക് അറിയണ്ടേ. ഇതാണ് നമ്മുടെ ആവിർ മാർക്കറ്റ്. UAE തന്നെ ബിഗ്ഗസ്റ്റ് ആൻഡ് അഫോർഡബിൾ മാർക്കറ്റാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് വില പേശി എന്തൊക്കെയാണ് വാങ്ങിയെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഏറ്റവും ഇവിടുത്തെ സവിശേഷത എന്ന് പറഞ്ഞാൽ നമുക്ക് പല രാജ്യങ്ങളിലെ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ ഇവിടെ ആവിർ മാർക്കറ്റിൽ നമുക്ക് 24 hour നമുക്ക് ഏത് ടൈമിൽ വന്നാലും നമുക്ക് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് കിട്ടും. എല്ലാത്തിൽ നിന്നും ഓരോ പീസ് എടുത്തുകൊണ്ട് പോകണമെന്ന് എനിക്കുണ്ടായിരുന്നു, പക്ഷേ അവർ തന്നില്ല. ചിലപ്പോൾ കടയിൽ നിന്നൊക്കെ നമുക്ക് ടെസ്റ്റ് ചെയ്യാനൊക്കെ ഫുഡ്സ് തരും. നമ്മളതൊന്നും വെറുതെ വിടരുത്, നമ്മളതൊക്കെ കഴിച്ച് ടെസ്റ്റ് ചെയ്യണം, എന്നിട്ട് നമ്മൾ സാധനം വാങ്ങാവുള്ളൂ. നമ്മുടെ ഒരു സമാധാനത്തിന്. എല്ലാ കടയിൽ നിന്നും നമ്മൾ സാധനങ്ങൾ ചാടിക്കയറി വാങ്ങരുത്. ചിലപ്പോൾ അപ്പുറത്തെ കടയിൽ ഇതിലും വില കുറവായിരിക്കും. ചിലപ്പോൾ അത് അപ്പുറത്തെ കടയിൽ നിന്ന് പൈസ പോയി കഴിഞ്ഞായിരിക്കും നമ്മൾ ഇപ്പുറത്തെ കടയിൽ നിന്ന് അറിയും. നമ്മളങ്ങനെ അപ്പുറത്തെ കടയിൽ നിന്നൊക്കെ കൊട്ടക്കണക്കിന് മേടിക്കുന്ന കാണുമ്പോൾ എല്ലാ കടയിൽ നിന്ന് ചേട്ടന്മാർ നമ്മളെ മാടി വിളിക്കുന്നുണ്ടായിരുന്നു, ചേട്ടാ ഇങ്ങോട്ട് വാ. നമുക്ക് മേടിക്കേണ്ട സാധനങ്ങളുടെ ലിസ്റ്റൊക്കെ നേരത്തെ മനസ്സിലുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്താണെങ്കിലും ലിസ്റ്റ് കൂടുമല്ലോ മാർക്കറ്റിൽ എത്തിക്കഴിയുമ്പോൾ. എനിക്ക് പിന്നെ വില പേശാനൊന്നും അറിയത്തില്ലാത്തതുകൊണ്ട് ചേട്ടായുടെ പുറകെ നടക്കലായിരുന്നു എൻ്റെ മീൻ പണി. കൂടെ നടക്കുന്ന ലോറിച്ചിൽ നിങ്ങളൊന്ന് ശരിക്കൊന്ന് നിരീക്ഷിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. വില കുറച്ച് മേടിക്കുന്നത് വീണ്ടും വില കുറച്ച് എങ്ങനെ മേടിക്കാമെന്നാണ് അവൾ നോക്കുന്നത്. അല്ലെങ്കിലും വില പേശുന്നതിൽ നമ്മൾ പെണ്ണുങ്ങളെ കടത്തി വിട്ടാൻ ആരുമില്ല എന്നാണ് എൻ്റെ വിശ്വാസം. നിങ്ങൾക്കും എന്താണെങ്കിലും അങ്ങനെയൊക്കെ ഒരു വിശേഷങ്ങൾ ഓർത്തിട്ടുണ്ടാവും. ഇങ്ങനെ നിങ്ങളങ്ങനെ എവിടെ പോയപ്പോഴാണ് വില പേശി സാധനം മേടിച്ചതെന്ന് ഒന്ന് കമൻറ്റ് പറയണം കേട്ടോ. അങ്ങനെ വില പേശി 1 രൂപ കുറച്ച് കിട്ടുമ്പോൾ അത് 1000 രൂപ കുറച്ച് കിട്ടുന്നതിന് സന്തോഷമാണെന്ന് നമുക്കല്ലേ അറിയുള്ളൂ. സാധനം മേടിക്കാൻ പോകുമ്പോൾ ഞങ്ങളെപ്പോലെ ചുമട്ടുതൊഴിലാളികൾ നിൽക്കില്ലെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട. അവിടെ കൊണ്ടുപോയി തരാനൊക്കെ ചേട്ടന്മാരുണ്ട് കേട്ടോ, കുന്തുവണ്ടി നടക്കുന്നത്. അവർക്ക് 5-10 രൂപ കൊടുത്ത് അവരെ സോപ്പിട്ടാൽ മതി. ഈ ആദ്യത്തെ ട്രിപ്പ് വണ്ടിയിലേക്ക് തട്ടിക്കയറ്റുമ്പോൾ നിങ്ങൾ നോക്കൂ, തീർന്നല്ലോ, ഇത്രയേ ഉള്ളല്ലോ. പക്ഷേ അല്ല, കഥ ഇവിടെ ആരംഭിക്കുന്നേ ഉള്ളൂ. നമ്മൾ അടുത്ത ട്രിപ്പ് എടുക്കാൻ വീണ്ടും നടന്ന് തിരിച്ചു പോകുന്നതാണ് നമ്മൾ കാണുന്നത്. ഞങ്ങളൊരു സൺഡേ പർച്ചേസിങ്ങിന് ഇറങ്ങിയതുകൊണ്ട് ഞങ്ങൾക്കെല്ലാം നോക്കിയെടുക്കാനുള്ള സമയം ഉണ്ടായിരുന്നു. എല്ലാം മേടിച്ച് തീർന്ന് ഇറങ്ങാൻ നേരത്ത് നമ്മൾ ഈ പിള്ളേർ ചോക്ലേറ്റ് കണ്ടാൽ കരയില്ലേ, അതുപോലെ ഞങ്ങൾ ഈന്തപ്പഴം കണ്ടപ്പോൾ ചവിട്ടി. പിന്നെ പാവങ്ങളല്ലേ, കുറച്ച് ഈന്തപ്പഴം കൊടുത്താൽ മിണ്ടാതിരിക്കുമെന്ന് പറഞ്ഞ ചേട്ടൻ ഞങ്ങൾക്ക് കുറച്ച് ഈന്തപ്പഴം കൂടെ വാങ്ങി തന്നു. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ ഒരു അൺലോഡിങ് കൂടെ കഴിഞ്ഞാൽ തീർന്നല്ലോ എന്ന്. ഇല്ല, ഇനി നമ്മൾ അടുത്ത് പോകുന്നത് നമ്മുടെ ഫിഷ് മാർക്കറ്റിലേക്കാണ്. നിങ്ങൾ എന്താ പെരിയമാന ഫിഷ് മാർക്കറ്റ് കണ്ടിട്ടില്ലെങ്കിൽ എൻ്റെ കൂടെ കുടിക്കോ. ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് ആ ഫിഷ് മാർക്കറ്റ് കാണാം. എല്ലാവരും അടുത്ത് ഊപ്പാടിളകിയതുകൊണ്ട് യൂണിയൻ കോപ്പിയിൽ നിന്ന് ഞങ്ങളൊരു വെള്ളമൊക്കെ മേടിച്ച് കുടിച്ച്. അപ്പോൾ ഇനി ഫിഷ് മാർക്കറ്റിലെ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോ കാണാം. അപ്പോൾ ശരി, ഞാൻ പോകുന്നു. ബൈ.